ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അതിശയകരമായി വഴി നടത്തിയ സർവേശ്വരന് നന്ദി പറയുകയും നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ബറാബാസിനെ വേണോ യേശുവിനെ വേണോ? അന്നും ഇന്നും മനുഷ്യർ പറയും ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 17-ഉം 22-ഉം വാക്യങ്ങൾ. അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഞാൻ ആരെ വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ? 22-ാം വാക്യം. അവർ പറഞ്ഞു, ബറാബാസിനെ. പീലാത്തോസ് അവരോട് ചോദിച്ചു, അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞു, അവനെ ക്രൂശിക്കാം. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത സമയത്ത് കർത്താവിൻ്റെ കൂടെ ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ടായിരുന്നു. തിക്കും തിരക്കുമായിരുന്നു. പക്ഷേ ക്രൂശിതനാകാൻ പോകുന്ന കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന യേശുവിനെ കാണിച്ചുകൊണ്ട് ബറാബാസ് ചോദിച്ചു, പീലാത്തോസ് ചോദിച്ചു, യേശുവിനെ വേണോ ബറാബാസിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അവിടെ കൂടിയിരുന്ന മനുഷ്യരെല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്നാണ്. അന്നും ഇന്നും നമ്മൾ നോക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന യേശുവിനെയാണ്. നമ്മൾക്ക് ആവശ്യം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന യേശുവിനെ മാത്രമാണ് നമ്മൾക്ക് ആവശ്യം. 100 രൂപ കൊടുത്താൽ 120 രൂപ തിരിച്ചു നൽകുന്ന യേശുവിനെയാണ് നമ്മൾക്ക് ആവശ്യം. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ എന്തുമാത്രം പ്രാധാന്യമാണ് നൽകുന്നത്. അതിന് കൂടാൻ അധികം താല്പര്യം നമുക്ക് കാണുകയില്ല. പക്ഷേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ള ഒരു കൺവെൻഷനുകളിൽ, ഒരു ധ്യാനയോഗങ്ങളിൽ പോകുവാൻ ആയിരങ്ങളും പതിനായിരങ്ങളും വലിയ ജനക്കൂട്ടമായിരിക്കും അവിടെ. പക്ഷേ ഒരു കുർബാനയ്ക്ക് പോകുവാൻ നമുക്ക് അത്ര താല്പര്യം കാണുകയില്ല. ഈ നോമ്പ് കാലങ്ങളിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, കർത്താവേ, നീ ക്രൂശിൽ അനുഭവിച്ച ആ വലിയ വേദന ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഒന്ന് തരണമേ. ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒന്ന് തുറന്നു തരണമേ, ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് ഈ നോമ്പ് കാലങ്ങളിൽ കർത്താവിനോട് നമുക്ക് ചോദിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകൾ, നമ്മളെ സ്നേഹിച്ച സ്നേഹം ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയുവാൻ ഈ നോമ്പ് കാലങ്ങളിൽ കർത്താവിനോട് നമുക്ക് ചോദിക്കാം. നാളത്തെ വിശുദ്ധ കുർബാനയിൽ ഇത് മാത്രം നമ്മൾ ചോദിക്കാം, കർത്താവേ, നീ അനുഭവിച്ച വേദനകൾ, ആ ക്രൂശിൽ നീ അനുഭവിച്ച വേദനകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് അനുഭവിക്കുവാൻ, കർത്താവെ, ആ സ്നേഹം അനുഭവിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒന്ന് തുറന്നു തരണമേ എന്ന് കർത്താവിനോട് ചോദിച്ചുകൊണ്ട് നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് പങ്കുചേരാം. നല്ല ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.